മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ്. അദ്ദേഹത്തെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മറ്റുള്ള ഈ അധികം വൈകാതെ തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു കേൾക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ട്രഷറർ കൂടിയായ സരിത മത്സരിക്കുന്നുണ്ട്. സരിതയെ ആ രീതിയിൽ കൂടി ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു കൗതുകമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഞാൻ പറയുമല്ലേ, സെക്രട്ടറിയോട് കസേരയല്ലേ വരിക. എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യാൻ പാടില്ല, അഭിവാദ്യങ്ങളെന്ന് പറയുന്നു. എൻ്റെ ഒന്നാമത്തെ അഭ്യർത്ഥന പതിവില്ലാത്ത ഒന്നാണ്. ഞാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ അഭ്യർത്ഥിക്കുന്നു ഈ സരിതയ്ക്ക് വേണ്ടി. നിങ്ങളുടെ പാർട്ടി ഏതായാലും രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. അതെന്തായാലും നമ്മളിൽപ്പെട്ട ഒരാൾ, പത്ര കുടുംബത്തിലെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ പരിഗണന വെച്ച് ആ വാർഡിൽ വോട്ടില്ലെങ്കിലും സരിതയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്കാകാവുന്ന സഹായങ്ങൾ, ഒരു പിന്തുണ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക. ഏറ്റവും കാശ് കുറവായിരിക്കും. അതുകൊണ്ട് ഉള്ളതുപോലെ ചെറിയ സാമ്പത്തിക സഹായം അതെല്ലാം കൊടുത്ത് ഒരു സഹോദരിയെ പോലെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കേട്ടില്ല? ഇലക്ഷനെ പറ്റിയാണ് പറയേണ്ടതെങ്കിലും നേരിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ തോന്നിപ്പോവുകയാണ്. സഞ്ചാർ സാഥി എന്ന പേരിൽ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെയുള്ള പൗരൻ്റെ സ്വകാര്യത ഈ സാധ്യയുടെ വരവോടുകൂടി വീണ്ടും അപകടത്തിലാവും. എല്ലാ ഫോണുകളിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമെന്നും നിർബന്ധമല്ല എന്നൊക്കെ പറയുമ്പോഴും ആ നീക്കം നടക്കുന്നുണ്ട്. പൗരൻ്റെ ജീവിതത്തിലേക്ക് ഏത് രൂപേണയും ഭരണകൂടം ഒളിഞ്ഞു നോക്കുന്നത് ഫാസിസ്റ്റ് നീക്കത്തിൻ്റെ അടുത്ത പടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംശയമേ ഇല്ല, BJP ഭരണം ഫാസിസ്റ്റ് ഭരണമാണ്. RSS അടിമുടി ഫാസിസ്റ്റാണ്. ഫാസിസ്റ്റായ RSS നയിക്കുന്ന BJPയുടെ ഭരണകൂടം ചെയ്യുന്ന പല കാര്യങ്ങളും ഫാസിസ്റ്റ് സ്വഭാവത്തിലാണെന്നുകൂടി CPIക്ക് അറിയാം. ആധാറിനകത്തുമൊക്കെ നമ്മൾ കണ്ടതാണ് തന്നെയാണ്. ആധാർ കേസിലെ ഒരു കക്ഷിയായിരുന്നു ഞാനാണ് കോടതിയിൽ പോയ ആദ്യത്തെ ഒരാൾ. അന്ന് ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയെ പറഞ്ഞത്, സുപ്രീം കോടതിയെ പറഞ്ഞത്, പൗരൻ്റെ കൃഷ്ണമണിയും കൈരേഖയും പൗരൻ്റേതല്ല എന്നാണ്. അതൊക്കെ ഭരണകൂടത്തിന് അവകാശപ്പെട്ടവയാണെന്നാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ കാണിച്ച അതേ സ്വഭാവത്തിലുള്ള അടുത്ത നീക്കമാണ്. നമ്മളൊന്നും അറിയാത്ത നമ്മുടെ ഫോണിൽ ഈ സംഗതി
വരാൻ പോവുകയാണ്. നിർബന്ധമല്ല എന്നൊക്കെ ഒരു പറഞ്ഞാലും ഈ ആശയം ഇന്നിപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുണ്ട്. എല്ലാ പൗരന്മാരും ജനാധിപത്യാവകാശങ്ങളെ പ്രിയങ്കരമായി കാണുന്നവരെല്ലാം ഈ നീക്കത്തെ അതിൻ്റെ ആപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചെറുക്കാൻ രംഗത്തിറങ്ങണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് വാർത്ത ഓടിച്ചൊന്ന് കണ്ടു. പാലക്കാട്ടെ വാർത്ത ഞാൻ കണ്ടത് രമേശ് ചെന്നിത്തലയുടെ ഒരു പത്ര സമ്മേളനമോ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയായോ എന്ത് പേരുമായാലും അത് നടക്കുന്നതിനിടയ്ക്ക് ഉടനെ ഒരു സംഘം കോൺഗ്രസ്സുകാർ ചാടി വീണ് അലങ്കോലമാക്കി. ശരിക്കും അലങ്കോലമാക്കി. ആ രംഗം ഞാൻ ഓടിച്ചത് കണ്ടതാണ്. പക്ഷെ കണ്ടിട്ട് അവഗണിക്കാൻ പറ്റുന്നില്ല. അതേപ്പറ്റി എത്രമാത്രം കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തയുണ്ടെന്ന് എനിക്കറിയില്ല. ചിന്താശേഷി പൂർണ്ണമായിട്ട് മരവിച്ചു പോയിട്ടില്ലെങ്കിൽ അതിനെ കോൺഗ്രസ് ഗൗരവമായിട്ട് കാണണം. ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല, വിമർശകന്മാരാണ് ഞങ്ങൾ. പക്ഷെ ആ ദൃശ്യം പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു മാഫിയ സംഘം ശക്തിപ്പെടുകയാണ്. ഇതൊരു മാഫിയ സംസ്കാരമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നത് ആർ തന്നെ ആയാലും, തങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായാലും മിണ്ടാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് മാഫിയ കൾച്ചർ. ആ ഒരു കൾച്ചർ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശക്തിപ്പെടുകയാണ്. അതിൻ്റെ അലകളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും പ്രബലപ്പെടുകയാണ്. ഒരു കൊച്ചു കാര്യമല്ല. ചരിത്രം ഓർക്കാനാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക്, നെഹ്റുവിൻ്റെ പാർട്ടിക്ക്, ജനാധിപത്യ പാർട്ടി എന്ന് എപ്പോഴും സ്വയം പറയുന്ന പാർട്ടിക്ക് അതിൻ്റെ കുടക്കീഴിൽ ഇതുപോലൊരു മാഫിയ കൾച്ചർ ശക്തിപ്പെടുമ്പോൾ മൗനം പാലിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഈ മാഫിയ വരവിനെ പറ്റി മൗനം പാലിക്കരുത് കോൺഗ്രസ്. എത്രയും വേഗം KPCC പ്രസിഡന്റും, പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്താക്കൾ ഒരാളൊന്നുമല്ല, പലരും ഉള്ളത് കൊണ്ട് അവരെല്ലാവരും അഭിപ്രായം പറയണം. അപ്പുറത്ത് നിന്ന് അതിൻ്റെ അവകാശം ഏറ്റുവാങ്ങിയത് രമേശ് ചെന്നിത്തലയായതുകൊണ്ട് കൊള്ളാം എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അത് അവരുടെ ആഭ്യന്തര ബന്ധങ്ങളുടെ പ്രശ്നമാണ്. രമേശ് ചെന്നിത്തലയല്ല ഇരിക്കട്ടെ എന്ന് ഓർത്ത് കാണാൻ ചില ആൾക്കാർ. ആ കാര്യമല്ല ഇത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയും പോലെയാണത്. ഇന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ നാളെ അത് VD സതീശനാകാം, മറ്റന്നാൾ അത് K മുരളീധരനാകാം, അതിൻ്റെ പിറ്റേന്ന് സണ്ണി ജോർജിനാകാം, പിന്നെ KC വേണുഗോപാലിനാകാം. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് പറഞ്ഞാലും അവരെ കൂകിത്തോൽപ്പിക്കുക, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി മൗനം പാലിപ്പിക്കുക, മിണ്ടാൻ സമ്മതിക്കാതിരിക്കുക. ഇത് മാഫിയ സംസ്കാരം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? അതേപ്പറ്റി കോൺഗ്രസ് അഭിപ്രായം പറയണം. നാളെ പറഞ്ഞാൽ പോരാ, ഇന്ന് പറയണം. അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അത് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളടക്കത്തെയും സംഘടനയെയും രാഷ്ട്രീയത്തെയും ഭാവിയെയും ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കെല്ലാം പശ്ചാത്തലം അറിയാം. പുറത്തു പറയാൻ അത്ര സുഖമല്ലാത്ത ഒരു വിഷയത്തിൽ നിരന്തരമായി നടക്കുന്ന സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ ആളെപ്പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു അതാണ് കുറ്റം.
ആ ആളെപ്പറ്റി മിണ്ടാൻ പാടില്ലേ? ആദ്യം മിണ്ടാൻ പാടില്ലേ? മിണ്ടിയാൽ കുറുക്കുത്തോൽപ്പിക്കുമോ? മിണ്ടിയാൽ ശബ്ദമുണ്ടാക്കി വായടപ്പിക്കുമോ? മിണ്ടിയാൽ കലക്കുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു ഗൗരവമേറിയ രാഷ്ട്രീയ ആപത്തിലേക്ക് വിളിച്ചുകൊണ്ടുകയാണ്. ഈ മാഫിയ സംഘങ്ങളുടെ എല്ലാം കൾച്ചർ എന്താ? ആരാണ് അവരെ പോറ്റുന്നത്? പോറ്റാൻ ആരാണ് പണം കൊടുക്കുന്നത്? കണക്കില്ലാത്ത പണം, കള്ളപ്പണം, നദികെട്ട ചീത്തപ്പണം. അത് ലോകത്തെവിടെയായാലും മാഫിയ പിറവിയുടെ അടുത്ത ഘട്ടം അതാണ്. ഘട്ടമല്ല, അതിന് പുറകിൽ മാതാവ് അതാണ്, പിതാവ് അതാണ്. ഈ കറുത്ത പണത്തിൻ്റെ ബലത്തിലാണ് ലോകത്തെവിടെയും മാഫിയ തലപൊക്കിയത്. അതെല്ലാം മുഖം പുറത്ത് കാണിക്കാൻ ഭയപ്പെടുന്ന, പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത മുഖമുള്ള സാമ്പത്തിക ക്രിമിനൽസാണ് മാഫിയകളെ പോറ്റുന്നത്. അത്തരം സാമ്പത്തിക ക്രിമിനൽസിൻ്റെ സഹായത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു മാഫിയ സംഘം വളർന്നു വരുന്നുണ്ട്. ആ മാഫിയ സംഘമാണ് ഇതുപോലെയുള്ള ആളുകളെ പോറ്റുന്നതും സംരക്ഷിക്കുന്നതും വലുതാക്കുന്നതും. അവർക്ക് വാചാലത ഉണ്ടായിരിക്കാം, അവർ MLA-മാരാകുമായിരിക്കാം. പക്ഷേ അവരെപ്പറ്റി ഈ സംസ്ഥാനവും നമ്മുടെ രാഷ്ട്രീയവും കരുതിയിരിക്കണം. കേരളത്തിൽ അത്തരമൊരു രാഷ്ട്രീയ സംസ്കാരം ഉറപ്പിക്കാനാകാത്ത ഒന്നാണ്. അതിൻ്റെ ആപത്തിനെ ചെറുതായി കാണാൻ പറ്റില്ല. ചെറുതല്ല ഇതിൻ്റെ ആപത്ത്, ചെറുതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീകളെ മാനിക്കുന്ന പാർട്ടിയാണ്. സ്ത്രീത്വം മാനിക്കപ്പെടണം. മനുഷ്യബന്ധങ്ങളിൽ ഒരു പാവനമായ തലമുണ്ട്. ആൺപെൺ ബന്ധങ്ങളിലെ ആ പാവനമായ മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും സ്വന്തം വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിപ്പിടിക്കും. പ്രണയം ഒരു സ്വാഭാവിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രണയം. പക്ഷെ പ്രണയത്തിനകത്ത് പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധിയുടെ പ്രശ്നമാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല. കെ മുരളീധരൻ പറഞ്ഞത് ഞാൻ വായിച്ചു, ഞാൻ കണ്ടു. അത് രാവിലെ അദ്ദേഹം പറഞ്ഞത് പുകഞ്ഞ കൊള്ളി പുറത്താണെന്നാണ്. കൂടെ പറഞ്ഞു ആ പുകഞ്ഞ കൊള്ളിയെ സ്നേഹിക്കുന്നവരും പുറത്താക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് പുറത്താക്കി കോൺഗ്രസ് പാർട്ടി? പുകഞ്ഞ കൊള്ളിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും പുറത്താക്കുമെങ്കിൽ മുരളീധരൻ പറയണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് എത്ര പേരെ പുറത്താക്കാനുണ്ട്. ഈ മാഫിയ വാഴ്ചക്കാരെ, അതിന് ചൂട്ടുപിടിച്ചവരെ, അവർക്ക് പണം കൊടുത്തവരെ, ധൈര്യം കൊടുത്തവരെ എല്ലാം പുറത്താക്കുമോ? എല്ലാം പുറത്താക്കുമോ? അവരെല്ലാം പുറത്താക്കിയാലേ ഈ പറയുന്ന വാക്കിന് അർത്ഥമുണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ സ്ഥിതി ഗൗരവമായി കോൺഗ്രസ്സുകാർ കാണുന്നു. LDFിൻ്റെ വിലയിരുത്തലിൽ കേരളത്തിലൊരു LDF അനുകൂലമായ കാറ്റാഞ്ഞ് വീശുന്നുണ്ട്. ഇന്ന് 3-ാം തീയതിയാണ്. ഇലക്ഷനിലേക്ക് നീങ്ങാൻ നമുക്കിനി 6 ദിവസങ്ങളേ ഉള്ളൂ. പോളിംഗ് ബൂത്തുകളിലേക്ക് 6-ാം നാളിൽ കേരളം പോകുമ്പോൾ, കേരളത്തിൻ്റെ തെക്കൻ ഭാഗം പോകുമ്പോൾ ഉറപ്പോടുകൂടി LDF പറയുന്നു 2020-ലേതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം LDF നേടും. കോട്ടയമടക്കം എല്ലാ ജില്ലകളിലും ആ കാറ്റുണ്ട്. ആ കാറ്റ് നാൾക്കുനാൾ ശക്തിപ്പെടുകയാണ്. അതിനു മുമ്പിൽ കോൺഗ്രസ് BJP കോട്ടകൾ തകർന്നു വീഴും. ഞങ്ങൾ ഇത്തവണയും കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കോൺഗ്രസ് BJP ബാന്ധവം. അത് വന്ന് ഒരു പുതിയ കാര്യമല്ലാതായി മാറി. കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ടും ആ ബന്ധം ഉണ്ടാകേണ്ട ഒന്നല്ല. ഗാന്ധിജിയുടെ പാർട്ടിയല്ലേ അത്.
ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ പാർട്ടിയുമായിട്ടൊരു ബന്ധമുണ്ട്, അതൊക്കെ സ്വാഭാവികമല്ല, അസ്വാഭാവികമാണ്. എങ്കിൽ പോലും ആ ബന്ധമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഏറെക്കാലമായിട്ട്. പഴയ വടകര ബേപ്പൂർ മോഡൽ മുതൽ അത് ആരംഭിക്കുകയാണ്, തുടരുകയാണ്. ചെറുപ്പക്കാർക്ക് ഓർമ്മ കാണില്ല, 80കളിൽ കേരളത്തിലെ വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും കോൺഗ്രസിനും BJPക്കും പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് മുതലാണ് നമ്മുടെ രാഷ്ട്രീയം ഈ വടകര ബേപ്പൂർ മോഡൽ എന്ന് പറയുന്ന പ്രയോഗം കേട്ടത്. അത് പിന്നെ എല്ലായ്പ്പോഴും ആവർത്തിക്കുകയാണ്. BJPക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ യുവ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. KG മാരാർ BJPയുടെ പ്രസിഡൻ്റായിരുന്നു, RSS സ്വയം സേവകനായിരുന്നു, നല്ലവണ്ണം പെരുമാറുന്ന ഒരു സുഹൃത്തായിരുന്നു എല്ലാവരുടെയും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നയിച്ച തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും കൂടി വോട്ടുകൾ കൈമാറാൻ ധാരണയുണ്ടാക്കിയത്രേ, LDFനെ പരാജയപ്പെടുത്താൻ. അദ്ദേഹം പരിതപിക്കുകയാണ്, ഞങ്ങൾ വാക്ക് വലിച്ചു BJP, പക്ഷെ കോൺഗ്രസ് വാക്ക് വലിച്ചില്ല എന്ന്. അതുകൊണ്ട് കോൺഗ്രസ് BJP ബന്ധമെന്ന് ഞങ്ങൾ പറയുമ്പോൾ വെറുതെ ഒരു സ്റ്റണ്ടല്ലാതെ, ഒരു പടക്കം പൊട്ടിക്കലല്ലാതെ, അത് കേരളം പലപ്പോഴും കണ്ടതാണ്, അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തവണയും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, വോട്ടർമാർ, അതേപ്പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കണം. അതുകൊണ്ട് UDF എന്തുകൊണ്ട് BJPയുടെ ചങ്ങാതിയാകുന്നുവെന്ന് അവരാരായണം. ഞങ്ങൾക്ക് ഉത്തരവുണ്ട്. അന്ധമായ ഇടതുപക്ഷ വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അതിൻ്റെ പാരമ്പര്യങ്ങൾ മറന്നുകൊണ്ട് BJPയുമായി ചെങ്ങാത്തം കൊള്ളാൻ പോകുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളെ തരുമ്പം മാനിക്കുന്നില്ല BJP. അവർ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഇവിടെ ഇപ്പോൾ, ക്രിസ്ത്യൻ സ്നേഹം. ആടിയുമൂടി കാപട്യമാണ്. BJP കാണിക്കുന്ന ക്രിസ്ത്യൻ സ്നേഹം ആടിയുമൂടി കാപട്യമാണ്. ക്രിസ്തീയ സഭകളിലെ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രി മോദി വിരുന്നൊരുക്കിയിട്ടുണ്ട് ഡൽഹിയിൽ വെച്ച്. മോദിയെ കാണാൻ വേണ്ടി അവർ പലപ്പോഴും പോകാറുമുണ്ട്. ഇവിടെ എല്ലാമുള്ള എല്ലാ അരമനകളിലും അവരെത്താറുമുണ്ട്. അവരുമായി മിണ്ടിക്കൂടാകുന്നല്ല ഞങ്ങളുടെ വാദം. വളരെ സുതാര്യമായ ബന്ധം, മറകില്ലാത്ത സൗഹൃദ ബന്ധം അവരിൽ പലരുമായും ഞങ്ങൾക്കുമുണ്ട്. രാഷ്ട്രീയ ബന്ധമല്ല, ഇതൊരു കപടബന്ധമല്ല. എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് ഉണ്ടാകാറുണ്ട്, വിമർശനം പറയാറുണ്ട്, തമ്മിൽ കാണാറുണ്ട്, മിണ്ടാറുണ്ട്. ഇതെല്ലാം ഉള്ള കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അത് അടിമുടി ട്രാൻസ്പെറൻ്റാണ്. യാതൊരു ഹിഡൻ അജണ്ടയുമില്ല. ഞങ്ങൾ ആരാണെന്ന് അവർക്കും അറിയാം, അവരെ ഞങ്ങൾക്കും അറിയാം. അങ്ങനെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമാണത്. ആ ബന്ധത്തിൽ കറുത്ത താല്പര്യമൊന്നുമില്ല, മറച്ചു വയ്ക്കേണ്ട ഒന്നുമില്ല. ഇടതുപക്ഷക്കാരായ ഞങ്ങൾ ആ ബന്ധങ്ങളെ മറച്ചു വയ്ക്കുന്നുമില്ല. പക്ഷെ അപ്രകാരം ഒരു ബന്ധമല്ല BJPക്കുള്ളത്. BJPക്ക് ഉള്ള ബന്ധത്തിൻ്റെ പുറകിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷങ്ങളിലെ മുഖ്യമായ ഭാഗമായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ അടിക്കാൻ വേണ്ടിയുള്ള ഒരു വടിയായിട്ടാണ് BJP ഈ ക്രിസ്ത്യൻ ചങ്ങാത്തത്തിൻ്റെ പുതിയ മുഖം കാണിക്കുന്നു. ആട്ടിൻതുരട്ട ചെന്നായാണത്. ആദ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക, അതിനുവേണ്ടി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിക്കുക.
ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ സംശയം വേണ്ട, BJP ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യും. സംശയം വേണ്ട. ഇത് ഞങ്ങൾ പറയുമ്പോൾ വിമർശിക്കാൻ വേണ്ടി വെറുതെ പറയുകയല്ല. BJPയുടെ വേദപുസ്തകം എന്ന് വിളിക്കാൻ ഒരു പുസ്തകമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പുസ്തകം വിചാരധാരയായിരിക്കും. ബഞ്ച് ഓഫ് തോട്ട്സ്. അതിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ആഭ്യന്തര ശത്രുക്കളെന്നാണ്. ഇന്റേണൽ എനിമീസ്. അതിന് 3 ഉപ അധ്യായങ്ങളുണ്ട്. ശത്രു നമ്പർ 1 അത് പറയുകയാണ് മുസ്ലിമുകൾ. ശത്രു നമ്പർ 2 അവർ പറയുകയാണ് ക്രിസ്ത്യാനികൾ. ശത്രു നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെന്നാണ് BJPയുടെ സൈദ്ധാന്തിക ഗ്രന്ഥമായ വിചാരധാര അവരെ പഠിപ്പിച്ചത്. ഈ പുസ്തകത്തോട് ചേർത്ത് വയ്ക്കാവുന്ന വേറൊരു പുസ്തകത്തെ ലോകത്തിനറിയാം. ആ പുസ്തകം ഹിറ്റ്ലറുടെ ആത്മകഥയായ മീൻ കാഫാണ്. അതിനകത്ത് ഹിറ്റ്ലർ പറയുന്നുണ്ട് ജർമ്മനിക്ക് ശത്രുക്കൾ 4 കൂട്ടരുണ്ടെന്നാണ്. 4 കൂട്ടർ. 1 ജൂതന്മാർ, 2 ക്രിസ്ത്യാനികൾ, 3 ട്രേഡ് യൂണിയനുകൾ, 4 കമ്മ്യൂണിസ്റ്റുകാർ. കോമൺ ഫാക്ടറാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ പുസ്തകത്തിൻ്റെ നേർപ്പകർപ്പെന്ന് പറയാം ബഞ്ച് ഓഫ് തോട്ട്സിന്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ഹിറ്റ്ലറുടെ ആശയമായ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് RSS. ജർമ്മനിയിലേക്ക് നോക്കുമെന്നാണ് ഈ ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ ഒരു ഭാഗത്ത് പ്രവാക്ടർ പറഞ്ഞത്. വംശാഭിമാനം അതിൻ്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമിയാണ് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് ജർമ്മനി ലോകത്തെ പഠിപ്പിച്ചു. ആ അനുഭവത്തിൽ നിന്നും ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് BJPയോട് ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്ന, ആ BJPയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന, പഴയ ചൊല്ലു ഓർത്തു പോകുന്നു ഞാൻ, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. അതാണ് ക്രിസ്തീയ സഭകളുടെ ചില അധ്യക്ഷന്മാർ ഇപ്പോൾ ചെയ്യുന്നത്. അവർ BJPയാകുന്ന നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരറിയുക RSSും BJPയും വെള്ളകടിച്ച കുഴിമാടങ്ങളാണ്. അവർ ആറ്റിൽ തൊലടിഞ്ഞ ചെന്നായ്ക്കളാണ്. അവർ സ്വന്തം താല്പര്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടികൂടാൻ വരുന്നത് ക്രിസ്ത്യാനികളെ ആയിരിക്കും. ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ തുടങ്ങിയ എത്രയോ സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ട ക്രിസ്തീയ സ്ഥാപനങ്ങൾ, മണിപ്പൂരിൽ, അവിടെ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിച്ച കാലത്ത് ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്. തകർക്കപ്പെട്ട പള്ളികൾ, ആക്രമിക്കപ്പെട്ട ശ്മശാനങ്ങൾ, സെമിത്തേരികൾ, കത്തിച്ച ബൈബിളുകൾ, കടന്നാക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകൾ, പീഡിപ്പിക്കപ്പെട്ട മതപ്രചാരകന്മാർ, അവരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് റിയൽ BJP. വ്യത്യസ്തമാണ് കേരളം. ആ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി യാഥാർത്ഥ്യമാക്കിയതിൽ ഇടതുപക്ഷം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ഹിന്ദു സഹോദരങ്ങളെയും എല്ലാവരെയും മതങ്ങൾക്കതീതമായി കണ്ടുകൊണ്ട്
ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൂഹമാക്കി കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇടതുപക്ഷം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്കിൻ്റെ കുത്തകാവകാശം കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടുകയില്ല. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും മന്നവും അപ്പച്ചനും വക്കം മൗലവിയും അവരെല്ലാവരും കൂടി അഴിച്ചുവിട്ട ഒരു സാമൂഹിക നവോത്ഥാന കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ വഴി സ്വീകരിച്ചത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നാം ഇന്ന് കാണുന്ന കേരളമുണ്ടായത്. ഇതല്ല ഇന്ത്യയിലെ പൊതുസ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതാണ് കേരള സ്റ്റോറി. BJP പടച്ചുവിട്ട ആ ചിത്രമല്ല കേരള സ്റ്റോറി. ദ റിയൽ കേരള സ്റ്റോറി ഇതാണ്. സാമൂഹിക ഐക്യത്തിൻ്റെ, മതമൈത്രിയുടെ, പരസ്പര സ്നേഹത്തിൻ്റെ കേരളമാണ് റിയൽ കേരള സ്റ്റോറി. വികസനം, വളർച്ച, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് എന്ന് വേണ്ട കാർഷിക വ്യവസായ രംഗങ്ങളിൽ എല്ലാ രംഗത്തും നേടിയ നേട്ടങ്ങളുടെ കേരളമാണ് ദ റിയൽ കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറിയാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസിലും 1-1-1 എന്ന സ്ഥാനം കൊടുത്തത് കേരളത്തിന്. അതാണ് ദ റിയൽ കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിയാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ സ്വാധീനിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കേരളം മുഴുവനും LDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം ജനങ്ങൾ, വോട്ടർമാർ പൊതുവെ എടുത്തു കഴിഞ്ഞുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എല്ലാ ജില്ലകളിലും പോയി കഴിഞ്ഞ് പറയുകയാണ്. ഞങ്ങൾ പോകുന്നത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ മാത്രമല്ല. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതലായി ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴെല്ലാം ഞങ്ങൾ പാർട്ടി ഘടകങ്ങളെ കാണുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ വിലയിരുത്താറുണ്ട്. അത് നികത്താൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ആരാകുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് CPIയും CPMും കേരള കോൺഗ്രസും LDFൻ്റെ എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ചു പറയുന്നത് ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഫലമുണ്ടാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും, ഊർജ്ജമാവഹിച്ചിട്ടായിരിക്കും അടുത്ത വർഷത്തിൻ്റെ ആദ്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF അതിൻ്റെ 3ാം ഊഴം ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാം ഞാൻ പറഞ്ഞു, ചോദ്യങ്ങളൊന്നുമില്ല. നോക്കാം നോക്കാം നോക്കാന്നേ നോക്കാം. ജയിലിലാണോ ആള്? അല്ലേ അല്ലേ ജയിലല്ലേ? ജയിലിലാണ്. സംസ്ഥാനം ഭരിക്കുന്നതല്ല, ഇടതുപക്ഷം LDF. അയാളെ അറസ്റ്റ് ചെയ്തത് LDF ആണ്. SITയുടെ അന്വേഷണങ്ങളെ നിർബാധം മുന്നോട്ട് പോകാൻ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നമ്പർ 1 ഡേയിൽ തന്നെ പറഞ്ഞു LDFും ഗവൺമെൻറ്റും അതിലെ പാർട്ടികളുമല്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് ഒരാൾക്കും കൈയിട്ട് വാരാനോ കട്ടെടുക്കാനോ ഉള്ളതല്ല. ആ സ്വത്തിൽ സ്വർണ്ണ വാതിൽപ്പാളിയാകട്ടെ, ദ്വാരപാലക ശില്പമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അയ്യപ്പൻ്റെ സമ്പത്താണ് സ്വർണം. ഒരു തരി സ്വർണമോ ഒരു തരി ഭൂമിയോ എന്തുമാകട്ടെ, അത് ആട്ടിപിടിച്ച് തട്ടിപ്പറിച്ചൊരാരായാലും
അവരുടെ പാർട്ടി ഏതായാലും അവർ ശിക്ഷിക്കപ്പെടും. അവരാരെയും രക്ഷിക്കാൻ വേണ്ടി LDF അതിൻ്റെ ഗവൺമെൻറ് ഇടപെടില്ല എന്ന് LDF പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളീ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ആൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. SIT അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്ന എല്ലാ വസ്തുതകളും ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ പവിത്രതയും ശബരിമലയുടെ പാവനമായ സങ്കല്പങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായി ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അത് പാർട്ടി വേണ്ടത് ചെയ്യും ജീവിത സമയത്ത്. ഉചിതമായ സമയത്ത് ചെയ്യാനുള്ള രാഷ്ട്രീയ പക്വതയുള്ള ഒരു പാർട്ടിയാണ് CPIM. ആണ് CPIയുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചെയ്യാനുള്ള രാഷ്ട്രീയ പക്വതയുള്ള പാർട്ടിയാണ് CPIM എന്ന് CPIക്ക് ഉറപ്പാണ്. അത് നോക്കാം നമുക്ക്. Don't be in a hurry. ഞാനെന്ത് പറയാനാ, നമുക്കെല്ലാം തെരുധരിക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, അത് ഗ്യാരണ്ടി. ഇല്ല, വീഴ്ചയില്ല. ഒരു മതമൗലിക പാർട്ടിയുടെയും രാഷ്ട്രീയ ബന്ധമല്ല LDF. ഇവിടെയും ആ ബന്ധമില്ല. ന്യൂനപക്ഷ മൗലികവാദമാകട്ടെ ഭൂരിപക്ഷ മൗലികവാദമാകട്ടെ അതിൻ്റെ ഒരു പാർട്ടിയുമായി LDFന് സമ്പർക്കമില്ല രാഷ്ട്രീയമായി. മതമൗലികവാദത്തിൻ്റെ ഒരു പാർട്ടിയുമായിട്ടും ബന്ധമില്ല ഞങ്ങൾ. PDP തന്നെ പറയുന്നുണ്ട് പഴയ PDP അല്ലെന്ന്. അത് ഞാൻ വായിച്ചു. അല്ല, അതല്ല, ഞങ്ങൾ പഴയ പല നിലപാടും മാറ്റിയെന്ന് PDPയുടെ പല വക്താക്കളും പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു. പേര് ഞാൻ മറന്നുപോയി, ഞാൻ വായിച്ചു. അവരങ്ങനെ പറയുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ട് കേരള കോൺഗ്രസ് UDF ക്യാമ്പ് വിട്ട് ഇവിടെ വന്നു? എന്തുകൊണ്ട് വന്നു? അതാണ് നേട്ടം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശരി കൊണ്ടാണ്. ദീർഘകാലം കോൺഗ്രസ് ക്യാമ്പിലെ അന്തേവാസി ചെയ്യുന്നൊരു പാർട്ടിക്ക് കോൺഗ്രസ് ബന്ധത്തിൽ മടുപ്പുണ്ടാകുന്നു, UDF ക്യാമ്പിനോട് വെറുപ്പുണ്ടാകുന്നു. ആ ക്യാമ്പ് വെടിഞ്ഞ് ആ പാർട്ടി സ്വാഭാവികമായിട്ടും സ്വന്തം വഴി ആരാഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾ LDF ആണെന്ന് ആ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. അതാണ് LDFൻ്റെ രാഷ്ട്രീയ പ്രകാശം, അതിൻ്റെ സ്വാധീനം, ആ കരുത്ത്. സ്വാഭാവികമായിട്ടും ആ മാറ്റമുണ്ട് ഇവിടെ. അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ആര്? ഞാൻ ആ ക്ഷണം കേട്ടപ്പോഴേ ചിരിച്ചു. എൻ്റെ അപേക്ഷ എപ്പോഴും ചിരിപ്പിക്കല്ലേ എന്നാണ്. എപ്പോഴും ചിരിപ്പിക്കല്ലേ CPI. അങ്ങനെ കോൺഗ്രസ് ഏത് കോൺഗ്രസ്സാണ്? ഇവിടെ ഇപ്പോൾ ഒരു 3-4 കോൺഗ്രസ് ഉണ്ട്.
അത് ഏത് കോൺഗ്രസ്സാ? അടൂർ പ്രകാശിൻ്റെ കോൺഗ്രസ്സോ? അത് പഠിച്ചത് എന്തു പറയും മറ്റേ കോൺഗ്രസ്സുകളെല്ലാം? അങ്ങനെ ഒരു രാഷ്ട്രീയ ഗതികേടിൻ്റെ കൊടുമുടി നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതൊരു പാർട്ടിയല്ല. പുരാണത്തിൽ ബ്രഹ്മാവിനെ പറ്റി പറയുന്നുണ്ട് 4 മുഖമുണ്ടെന്ന്. ബ്രഹ്മാവൻ ചതുർമുഖൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ, ആ ദൈവത്തെ. കോൺഗ്രസിന് പറ്റിയ പേരാണത്. രാഷ്ട്രീയത്തിലെ ചതുർമുഖ പാർട്ടിയാണ് കോൺഗ്രസ്. 4 മുഖം പോരാട്ടോ, മൊത്തം എണ്ണ എടുത്താൽ 5-6 മുഖം വേണം. പ്രധാനപ്പെട്ട 4 മുഖമുണ്ട് കോൺഗ്രസിന്. അങ്ങനെ ഒരു പാർട്ടിയാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ടാണ് ഒരു മുഖത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചെന്നിത്തലയെ വേറെ ചില മുഖക്കാരവിടെ ഊകി പിടിച്ചത്. ലേബർ കോഡിൽ CPIക്ക് മാത്രമായ നിലപാടില്ല. PMCയിലെ പോലെ തന്നെ CPIക്കും CPMനും നിലപാടൊന്നാണ്. ലേബർ കോഡ് ആൻറ്റി ലേബർ കോഡാണ്. ഇല്ലേ? തള്ളിപ്പറഞ്ഞില്ലല്ലോ. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ, കേരള ഗവൺമെൻറ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു PMC നടപ്പിലാക്കില്ല എന്ന്. ഞങ്ങൾ വായിച്ചില്ല, അത് വായിച്ചില്ല. PMC ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, ലേബർ കോഡാണ് മനസ്സിലെങ്കിൽ ഞാൻ പറയാം, PMCയിലെ ലേബർ കോഡിലെ എല്ലാ നിലപാടുകൾ CPIക്കും CPMനും വേറെ വേറെയല്ല. ഇല്ല, പഴയ കാലത്ത് ആരും ജീവിക്കുന്നില്ല. ഇല്ലില്ല, പഴയ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പുതിയ കാലമാണ്. അതേപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIക്ക് നിലപാടെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഒരു നാടിൻ്റെ, ഇന്ത്യയുടെ വികസനത്തിന്, വളർച്ചയ്ക്ക് ഫോറിൻ ക്യാപിറ്റൽ അടക്കം കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ, ഫോറിൻ ടെക്നോളജി കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാമെന്നാണ് CPI നിലപാട്. പക്ഷേ അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല എന്നുള്ള കാര്യം വരണം. അത് ചുമ്മാ കയ്യിൽ നീട്ടി കണ്ണുമുണ്ണും നോക്കും ഇല്ലാത്ത രീതിയിൽ വിദേശ മൂലധനം സ്വീകരിക്കാൻ CPIക്ക് യോജിപ്പില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഇന്നത്തെ വികസനാവസ്ഥയിൽ സ്വകാര്യ മേഖലയ്ക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് ആണ് CPIയുടെ കാഴ്ചപ്പാട്. അതൊക്കെ ചെയ്യുമ്പോഴും വികസനത്തിൻ്റെ കേന്ദ്ര പ്രശ്നമുണ്ട്. അത് മനുഷ്യനാണ്, ലാഭാർത്ഥിയല്ല. മനുഷ്യൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ വികസനം, സമൂഹത്തിൻ്റെ പൊതു വളർച്ച, അതിനുവേണ്ടിയായിരിക്കണം വികസനം. ആ വികസനത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് പങ്കുവഹിക്കാനുണ്ട് ആണ് CPI നിലപാട്. ഞങ്ങളതേപ്പറ്റി പറഞ്ഞത് മണ്ണിനും മനുഷ്യനും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ടേ വികസനം വരാവൂ എന്നാണ്. വലതുപക്ഷം ലോകത്തെവിടെയും പറഞ്ഞത് മാർക്കറ്റ് ഫണ്ടമെൻ്റലിസമാണ്, കമ്പോള മൗലികവാദമാണ്. അതിൻ്റെ ഏക ലക്ഷ്യം ലാഭം മാത്രമാണ്. ലോകത്തെ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്. പുതിയതല്ല, ആഗോളവൽക്കരണത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ചോദ്യം പൊന്തി വന്നു. പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്, ഏതാണ് മുഖ്യം? വലതുപക്ഷം ലോകത്തെവിടെയും പറഞ്ഞത് പ്രോഫിറ്റ്സ് എന്നാണ്. ഇടതുപക്ഷം ലോകത്തെവിടെയും പറഞ്ഞത്
പീപ്പിൾ എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് വികസന യാത്രയിൽ ഗംഭീരമായൊരു നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരളം ഇന്ന് അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. LDF മാനിഫെസ്റ്റോ വീണ്ടും പറയുന്നു, അവിടെ നിൽക്കുന്നില്ല. അടുത്ത ലക്ഷ്യം ദാരിദ്ര്യം ഇല്ലാതാക്കലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, പീപ്പിൾ എന്നവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇതെല്ലാം ഉറപ്പാക്കലാണ് ഇടതുപക്ഷ വികസനം. ആ വഴിയാണ് LDFിൻ്റെ ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്താ കണ്ടീഷൻസ്? RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ടയായിട്ടുള്ള NEP നടപ്പിലാക്കലാണ് വ്യവസ്ഥയെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. ഇല്ല, NEP എന്ന് പറഞ്ഞത് കൃഷി വകുപ്പിലെ കാര്യം എന്താ ഉണ്ടായത്? NEP ജനറേഷൻസിനെ ബാധിക്കുന്ന ആശയങ്ങളാണ് RSS പഠിപ്പിക്കുന്നത്. ചരിത്രത്തിന് മുഴുവൻ മലീമസമാക്കി, ചരിത്രത്തിന് വളച്ചൊടിച്ചു, RSSൻ്റെ കാഴ്ചപ്പാടിനെ അടിച്ചേൽപ്പിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ഇപ്പം തീരില്ല, തലമുറകളെ ബാധിക്കുന്നത്. അതാണ് ഹിറ്റ്ലർ പറഞ്ഞത് ക്യാച്ച് ദം യങ് എന്ന്. അതുപോലെ തലമുറകളെ ബാധിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല കൃഷി വകുപ്പിൽ. മില്ലുടമകളുടെ ധിക്കാരം കേരളം കാണുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ കൃഷിക്കാർ അനുഭവിച്ച ദുരിതങ്ങളെ പറ്റിയും LDFന് അറിയാം. കോട്ടയത്തെ മാത്രമല്ല, കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും എല്ലാം നെൽകൃഷിക്കാരുടെ ഇത്തരം പ്രശ്നങ്ങളെ പറ്റിയുള്ള ബോധ്യമുള്ള ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അതുകൊണ്ടാണ് സാമ്പത്തികമായി കേന്ദ്രം ജനിക്കുമ്പോഴും LDF ഗവൺമെൻറ് കൃഷിക്കാർക്ക് അവകാശപ്പെട്ട പണം കൊടുക്കാനുള്ള വഴി കണ്ടെത്തിയത്. പക്ഷേ അത് താമസം ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം ഉണ്ടായ താമസമല്ല. അത് നികത്താനുള്ള മാർഗങ്ങളും LDFകാരായി. ചോദ്യം ഒത്തിരിയായി. വനം മാഫിയ, ഭൂമാഫിയ അവരൊക്കെ നേരിട്ടത് ഞാൻ മാത്രമല്ല. ഞാൻ നേരിട്ടത് LDF ആയതുകൊണ്ടാണ്. ഞാൻ നേരിട്ടത് LDF ആയതുകൊണ്ടാണ്. LDF ആ നയമേ ഉള്ളൂ. ഞാൻ നടപ്പിലാക്കിയത് LDF നയമാണ്. LDF നയം നടപ്പിലാക്കിയത് ഇപ്പം നാളെയും നടപ്പിലാക്കും. LDF നയം നാളെയും നടപ്പിലാക്കും. തുടർഭരണം ഉറപ്പായിട്ടും വരും. അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണെന്നും വികസനമാണെന്നും അവർക്ക് ബോധ്യമായത് കൊണ്ടാണ്. മാഫിയയ്ക്ക് ബോധ്യമായാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. മാഫിയയ്ക്ക് ബോധ്യമായാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ബോധ്യമാകണം. ജനങ്ങൾക്ക് ബോധ്യമാകാത്ത ഒന്നിനും ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾ പേർത്തും വോട്ട് ചെയ്യുന്നുണ്ട് LDFന് വേണ്ടി. അവർക്ക് ബോധ്യമാണ്. ജനങ്ങളാണ് വലിയവർ, വേറെ ആരുമല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ മഹത്തായൊരു ഗുണമുണ്ട്. ഞങ്ങൾ പാഠങ്ങൾ പഠിക്കും, ചരിത്രം പഠിപ്പിക്കുന്ന പാഠം പഠിക്കും, അനുഭവം പഠിക്കുന്ന പാഠം പഠിക്കും, എല്ലാ പാഠവും പഠിക്കും. അതുകൊണ്ട് ആ ഗുണങ്ങൾ LDFനുണ്ട്. ശരിയായി. CPI മാത്രമേ ഇതിലിരിക്കുള്ളൂ. അതെനിക്കറിയാമോ? CPI മാത്രം. വേറെ എല്ലാവരും വന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറയും, കിടക്കണമെന്ന്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു.